ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാമെന്നുള്ള സംഭവം തന്നെയാണ്. ഇതിൽ വലിയ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നാലും ഒരു വീഡിയോ എടുത്ത് ഇട്ടെന്ന് മാത്രം. ഇതിലേക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടായ ശേഷം കടുക്, കരിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 3 മീഡിയം സൈസ് സവാള ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലാവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളിയുടെ അളവിലാണ് ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി ഈ തക്കാളി എല്ലാം നന്നായിട്ട് വഴഞ്ഞ് കിട്ടുന്നതിന് വരെ ഒന്ന് ഇളക്കി വേവിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിനായ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇറച്ചി മസാല ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയും മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മസാലകൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് ആ സവാളയിലോട്ടൊന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് നേരം ഒരു 2 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഞാൻ അതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറി എത്രമാത്രം ലൂസാവണോ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് മെയിൻ കാര്യം. നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് പുറത്ത് വരുന്ന രീതിയിൽ വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതിൽ കണ്ടില്ലേ, നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് മേളിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് എനിക്ക് കുറച്ചും കൂടെ ആവശ്യമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 3 അവിച്ച മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.